കമ്മ്യൂണിസ്റ്റാക്കി നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം സൗറയിൽ വെച്ച് നടന്നു. അത് പോയി കണ്ട ആളാണ്. ആദ്യത്തെ സ്റ്റേജായിരുന്നത്. അതിനുശേഷം പിന്നീട് എല്ലാ പരിപാടികളിലും ഞാൻ പോകും. ഇതെല്ലാം മനസ്സിലാക്കിയ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകത്തിൽ ഉൾപ്പെടുത്തി. അന്ന് മുതൽ ഇന്നുവരെ ഞാൻ പാർട്ടിയുടെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനാണ്. ഇപ്പോഴാരോഗ്യം കുറഞ്ഞു, 90 കഴിഞ്ഞു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറല്ല, കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്നു, കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇടയ്ക്ക് ജയകുമാർ സാറിൻ്റെ കാലത്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ കാലത്തല്ല, അദ്ദേഹത്തിന് ശേഷം ഒരു 5 കൊല്ലം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു. അതെല്ലാം ഞാനിവിടെ വിശദീകരിക്കുന്നത് സമയ ചുരുക്കം കൊണ്ട് അനുചിതമാണ്. എന്നാൽ കഴിയുന്നെല്ലാം ഞാൻ ചെയ്തു. കുറേയധികം നിയമങ്ങൾ പാസാക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണമാണ്. അതിന് ചട്ടങ്ങളുണ്ടാക്കി, അത് നടപ്പിലാക്കി. ഇതര സംസ്ഥാന തൊഴിലാളി ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന് അവരാരും സംബോധന ചെയ്യാറില്ല. ആ നിലയ്ക്ക് നമ്മുടെ തൊഴിലാളി സമൂഹത്തെ ഒന്നായി കണ്ട് എല്ലാ വിഭാഗം തൊഴിലാളിയുടെയും ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ പരമാവധി കഴിവുകൾ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് സന്തോഷപൂർവ്വം പറയാൻ കഴിയും. അതിലധികമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പൊതുജീവിതത്തിൽ ഞാൻ 72 കൊല്ലമായിപ്പോഴും 90 വയസ്സ് കഴിഞ്ഞു, 6 മാസമായി. അപ്പോൾ ആരോഗ്യം കുറവാണ്. അതുകൊണ്ടാണ് എഴുന്നേറ്റെന്ന് സംസാരിക്കാതിരുന്നത്. നിങ്ങൾ ഈ പുരസ്കാരം നൽകിയതിന് അതിൻ്റെ സുഹൃത്തുക്കളെല്ലാം വീട്ടിൽ വന്ന് വിളിച്ചു. കൂട്ടത്തിൽ നമ്മളെ എൻ്റെ സഹപ്രവർത്തകരുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഒന്ന് വീട്ടിൽ വന്ന് വിളിച്ചു. ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നിങ്ങൾ പുരസ്കാരം നൽകിയതിന് നന്ദി, സന്തോഷം. നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുക. ബഹുമാനപ്പെട്ട ഗുരുദാസൻ സാർ, ജയകുമാറേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുധീഷ്, ഇത്രയും വലിയ പ്രഗത്ഭമതികളുടെ ഒപ്പം എന്നെയും ഈ ഒരു അവാർഡിന് പരിഗണിച്ച് അത് തരുന്നതിൽ എൻ്റെ സ്നേഹം, സന്തോഷം, അഭിമാനം മാത്രം. ഇവിടെ ഈ കാക്കാക എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അത് 3 ദിവസം നീണ്ടു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു ഫെസ്റ്റിവൽ, അതും പരിപൂർണമായ സാഹിത്യം അത് മാത്രം നടത്തുക എന്ന് പറയുന്നത് ചില്ലറ ധൈര്യം പോരാ. സുധീഷിൻ്റെ വാക്കുകളിൽ, എഴുത്തിൽ നേരുണ്ട്, ധൈര്യമുണ്ട്, സത്യമുണ്ട്. അത് സുധീഷിൻ്റെ വ്യക്തിത്വത്തിലുണ്ട്. ആ ധൈര്യം ഈ ഒരു പരിപാടിയിൽ ഞാൻ കാണുന്നു. വളരെയധികം സന്തോഷം. എന്നെക്കുറിച്ച് ആദ്യം എഴുതിയതിൽ സാഹിത്യകാരിൽ ഒരാൾ സുധീഷാണ്. വാക്കുകൾ കൊണ്ട് എന്നെ ആദ്യം സുധീഷ് ചേർത്ത് പിടിച്ചു. പിന്നെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി മാറി. ഞങ്ങൾ നിരന്തരം കാണാറൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ഇടയിലെ അന്തർധാര സജീവമാണ് എപ്പോഴും. വല്ലപ്പോഴേ കാണാറുള്ളൂ എങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ
പറയാൻ വയ്യാത്ത ഒരു വല്ലാത്തൊരടുപ്പം ഞങ്ങൾക്ക് പരസ്പരം തോന്നാറുണ്ട്. അത് എനിക്കും സുധീഷ്. അപ്പോൾ സുധീഷ് ഞാൻ ദീർഘായുസ് ആരോഗ്യം നേരട്ടെ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള നമ്മുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും തലമുതിർന്ന ആരാധ്യനായ നേതാവ് സഖാവ് PK ഗുരുദാസനടക്കമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, കാക്ക സാഹിത്യോത്സവം അതിൻ്റെ 2ാം എഡിഷൻ കരുനാഗപ്പള്ളി അക്ഷരാർത്ഥത്തിൽ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നിരവധിയായ സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ നാട് സമ്പന്നമാകുന്നത് അത് സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ വ്യവസായപരമായിട്ടോ കാർഷിക മേഖലയിലൊക്കെ നേടിയെടുക്കുന്ന ആ സമ്പത്തിനേക്കാൾ അതിനോടൊപ്പം കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും കായിക മേഖലയിലുമെല്ലാം സർഗാത്മകമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമ്പോൾ കൂടിയാണ് ഒരു നാട് സമ്പന്നമാകുന്നത്. ആ നിലയിൽ കൊല്ലത്തിൻ്റെ ഏടുകളിൽ എപ്പോഴും കരുനാഗപ്പള്ളി കലയെയും സാഹിത്യത്തെയും കായിക മേഖലയും സംസ്കാരത്തെയും എല്ലാം ചേർത്ത് പിടിക്കുന്നൊരു നാട് കൂടിയാണ്. കൊല്ലം എല്ലാ കാലഘട്ടത്തിലും അത്തരത്തിൽ മുന്നോട്ട് പോയ ഒരു നാടാണ്. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തെ, പുരോഗമന ചിന്തകളെ, നമ്മുടെ സമൂഹത്തെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരത്തിനും കലയ്ക്കും കായിക മേഖലയ്ക്കുമെല്ലാം വലിയ പങ്കാണുള്ളത്. കേരളത്തിൻ്റെ പുരോഗമന ആശയങ്ങൾക്കും ആ നിലയിൽ വലിയ പങ്കുകളാണുള്ളത്. ഒരു ചുവന്ന കൊടി കെട്ടിയ KPSCയുടെ നാടകവണ്ടി വന്ന് നമ്മുടെ ഉത്സവ പറമ്പുകളിലേക്ക്, നമ്മുടെ ആഘോഷങ്ങളിലേക്ക് വന്ന് മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ച് പഠിപ്പിച്ച, സ്ത്രീയും പുരുഷനും രണ്ടല്ലെന്നും സ്ത്രീ പുരുഷന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു വീടിന്റെ 4 ചുവരുകൾക്കകത്ത് ജീവിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ കാലഘട്ടത്തിനപ്പുറത്തേക്ക് സ്ത്രീയും പുരുഷനും കൂടി ചേരുന്ന സാമൂഹ്യ മുന്നേറ്റമാണ് നമ്മുടെ സമൂഹത്തെ ശരിയായി നയിക്കുന്നതെന്ന് പഠിപ്പിച്ച നാടകങ്ങൾ, നാടക സംഘങ്ങൾ, വിശ്വസാഹിത്യത്തെ മലയാളിയുടെ ചിന്തകളിലേക്ക്, മലയാളിയുടെ വർത്തമാനത്തിലേക്ക്, മലയാളിയുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ച സാംബശിവന്റെ കഥാപ്രസംഗങ്ങൾ. അങ്ങനെ നാടകവും കഥാപ്രസംഗവും കഥയും സാഹിത്യവും നോവലും അങ്ങനെ ആ വഴികളിലൂടെയാണ് മലയാളി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാഹിത്യത്തിനും അക്ഷരങ്ങൾ വാക്കുകളും, വാക്കുകൾ വാചകങ്ങളും, വാചകങ്ങൾ ആശയങ്ങളുമായി മാറുമ്പോൾ ആശയങ്ങൾക്ക് ചെറുത്തുനിൽപ്പ് കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ നാടിൻ്റെ തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള അതിശക്തമായ ചെറുത്തുനിൽപ്പ് നമ്മുടെ എഴുത്തുകാർ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് ആത്മീയത നഷ്ടപ്പെടുന്നതാണ്, ആ മതമാണ് വർഗീയതയായി മാറുന്നത്. ആത്മീയതമായ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റു താല്പര്യങ്ങൾ മതങ്ങൾക്കകത്ത് കടന്നു വരുമ്പോൾ അത് ആത്മീയത നഷ്ടപ്പെടുന്ന മതമാണ് വർഗീയതയെന്ന് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് വർഗീയത ഭരണകൂടമായി മാറുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള, അത് ഭാഷാ ന്യൂനപക്ഷങ്ങൾ, മതപരമായ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായി അവർ ഉറഞ്ഞു തുള്ളുമ്പോൾ നമ്മുടെ നാട്ടിലെ എഴുത്തുകാർ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിരോധിക്കുമ്പോൾ, അവരെ നിശബ്ദമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഭൂരിപക്ഷത്തിനെതിരാണ് എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ മാറുന്നു. ലോകത്തെല്ലായിടത്തും എഴുത്തുകാർക്ക് ഇരകൾക്കൊപ്പം സഞ്ചരിക്കാൻ മാത്രമേ കഴിയൂ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭൂരിപക്ഷ മുസ്ലിം രാഷ്ട്രത്തിനകത്ത് തസ്ലീമ നസറിന്റെ ലജ്ജ എന്ന് പറയുന്ന പുസ്തകം ആ രാജ്യത്തെ മതന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദിച്ചതിൻ്റെ ആ വരികൾക്ക് വേണ്ടിയാണ് അവർക്ക് അവിടുന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നത്. അവരെ തലയ്ക്ക് ഇനാം പറയേണ്ടി വന്നു. അങ്ങനെ പ്രഖ്യാപിച്ച ഭരണകൂടം ഉണ്ടായി വരുന്നു. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും എഴുത്തുകാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, കലാകാരന്മാർക്ക്
ഇരകൾക്കൊപ്പം സഞ്ചരിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ മാത്രമാണ് കഴിയുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ കലയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും സർഗാത്മകതയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് ഉയർന്നു വരുന്ന എല്ലാ തെറ്റായ പ്രവണതകളെയും പ്രതിരോധിക്കാൻ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ, കലയെ, സാഹിത്യത്തെ, എഴുത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനെ പ്രതിരോധം തീർത്തുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിലെ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സർഗാത്മകമായ വഴികളിലൂടെ മുന്നോട്ട് പോകാം. അതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ നിലയിലേക്ക് വിവിധ സെക്ഷനുകളിലായി ഈ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചകൾ, സംവാദങ്ങൾ, അതിന്റെ ഭാഗമായി നടത്തിയ പുസ്തക പരിചയപ്പെടുത്തലുകളെല്ലാം നമ്മുടെ നാടിനെ കൂടുതൽ കരുത്തോടുകൂടി പുരോഗമന ചിന്തയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകാരപ്രദമായി തീർന്നിട്ടുണ്ട്. അത് സംഘടിപ്പിച്ച സംഘാടകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കാൻ കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ പി രാമഭദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ VR സുധീഷ്, നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ PK ഗുരുദാസൻ, ശ്രീ G വേണുഗോപാൽ, മറ്റ് സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർ, വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കായിക 3 ദിവസമായി കരുനാഗപ്പള്ളിയുടെ നഗരഹൃദയത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടികൾ തീർച്ചയായും നമ്മുടെ ആത്മാഭിമാനത്തെ പ്രചോദിപ്പിക്കുന്നതാണ്. പത്രങ്ങൾ പോലും വായിക്കാത്ത ഒരു തലമുറയാണ് നമുക്ക് ചുറ്റുപാടുള്ളത്. പത്രങ്ങൾ എടുത്ത് നോക്കാൻ പോലും തയ്യാറല്ലാത്തവരാണ്. വായന മരിച്ചിട്ടില്ല എന്ന് വിളിച്ചു കൂവുമ്പോഴും ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഓരോ പ്രസിദ്ധീകരണത്തിൻ്റെയും ഓരോ വാള്യങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ആന്തരിക രഹസ്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കരുനാഗപ്പള്ളി സാംസ്കാരികപരമായി വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ്. ഖണ്ഡകാവ്യം രചിച്ച അഴകത്ത് പത്മനാഭക്കുറുപ്പ്, ആട്ടക്കഥയെ ജനകീയമാക്കിയ പന്നിശ്ശേരി നാണുപിള്ള, അതിപ്രാചീന കാലത്ത് തന്നെ കുമാരനാശാൻ്റെയും വെള്ളത്തോടിൻ്റെയും കാലഘട്ടത്തിൽ തന്നെ സാഹിത്യരംഗത്ത് ഏറ്റവും ശ്രദ്ധേയനായ ഈ സ്കൂളിൻ്റെ കൂടി സ്ഥാപകനായ ആരാധ്യനായ CS സുബ്രഹ്മണ്യം പോറ്റി, ONV കുറുപ്പ് തുടങ്ങിയ എത്രയെത്ര എഴുത്തുകാരാണ് നമ്മുടെ ഈ കൊച്ചു ഭൂമികയിലുള്ളത്. V സാംബശിവനെയും കൊല്ലം ബാബുവിനെയും പോലുള്ള കഥാപ്രസംഗങ്ങൾ ഇന്നും നിലയ്ക്കാത്ത ശബ്ദമായി ഹർഷകുമാറിനെ പോലുള്ളവർ നമ്മുടെ മുന്നിലുണ്ട്. സ്ത്രീവേഷം കെട്ടി നാടകവേദിയെ അമ്പരപ്പിച്ച വേലുക്കുട്ടി, ഓച്ചറ വേലുക്കുട്ടി. ഇങ്ങനെ കരുനാഗപ്പള്ളിയുടെ ധാരാളം പാരമ്പര്യം പറയാനുണ്ട്. ഇന്ന് മിമിക്സ് പരേഡ് എന്നൊക്കെ പറയുന്ന ആ പരേഡ് തുടങ്ങുന്നതിന് എത്രയോ കാലം മുമ്പ് ഹാസ്യകലാപ്രകടനം നമ്മുടെ ഈ കന്നേറ്റിപ്പാലത്തിൻ്റെ അപ്പുറത്ത് കൊല്ലക അപ്പുക്കുട്ടൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പടനാറുളങ്ങര അമ്പലത്തിൽ വന്ന്, അതായത് പണ്ട് നമ്മുടെ
ബീഡിയില വെട്ടുന്ന വലിയ വലിപ്പമുള്ള ഒരു കത്രികയുണ്ട്. ആ ഒരു കത്രികയായിട്ട് വന്ന് നിന്ന് അത് ചപ്പളാക്കട്ടയായി ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള അനുകരണ ഗാനങ്ങളും ഹാസ്യകഥാ പ്രസംഗവുമൊക്കെ കരുനാഗപ്പള്ളിയിലെ നമ്മുടെ ഇന്നത്തെ ആധുനിക ഹാസ്യ പരിപാടികളുടെ തുടക്കം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അതുപോലെ കഥാപ്രസംഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാംബശിവൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ പന്മനയിൽ നിന്നും ജ്ഞാനമണി എന്ന് പറയുന്ന ഒരാൾ കഥാപ്രസംഗത്തിൽ വരിക. അദ്ദേഹം കൂടുതലും പുരാണ കഥകളാണ് പറയുന്നത്, ശ്രീകൃഷ്ണ കഥകളാണ് പറയുന്നത്. അദ്ദേഹത്തിന് എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗാന സൗന്ദര്യം എത്രത്തോളമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാൻ സാഹിത്യത്തിൻ്റെ വഴിയിലോട്ട് സഞ്ചരിക്കുന്നില്ല, സഞ്ചരിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എൻ്റെ സാഹിത്യവാസനയെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയാവൂ. എൻ്റെ കുട്ടിക്കാലത്തെ സമര പോരാട്ടങ്ങളെക്കുറിച്ച് മാത്രമേ കരുനാഗപ്പള്ളിക്കാർക്ക് അറിയൂ. അതുകൊണ്ട് ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. വായനയാണ് എന്നെ പ്രാപ്തനാക്കിയത്. വായനയില്ലാത്ത ഒരാളിനും ബുദ്ധി ഉണ്ടാകില്ല. ധാരാളം സർട്ടിഫിക്കറ്റ് കണ്ടേക്കാം. MAയും MPhilഉം PhDയും IAS IPS ഒക്കെ കാണും. പക്ഷേ അത്തരം സർട്ടിഫിക്കറ്റുള്ളവരെ ഞാൻ ആദരിക്കുന്നു. പക്ഷേ പലരുടെയും സർട്ടിഫിക്കറ്റ് തവിട് കോരി തിന്നാനേ കഴിയും. അതിനുള്ള വിവരം ആ സർട്ടിഫിക്കറ്റ് ചുമക്കുന്നവർക്കില്ല. ഇന്ന് അതാണ് സ്ഥിതിയെന്ന് മനസ്സിലാക്കണം. ഇനി രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒരു ശകലം രാഷ്ട്രീയം പറഞ്ഞു നിർത്തുകയാണ്. ഇന്നിവിടെ ആദരിക്കപ്പെട്ട ബഹുമാന്യനായ PK ഗുരുദാസൻ തീർച്ചയായും കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ ഇന്ന് ഏറ്റവും അവാർഡിന് യോഗ്യതയുള്ള ആദരവുള്ള വ്യക്തിയാണ്. 2-3 വർഷത്തിന് മുമ്പ് എൻ്റെ പിതാവിൻ്റെ അനുസ്മരണത്തിന് ശ്രീ PK ഗുരുദാസനെ ആദരിച്ചിരുന്നു. അന്ന് ഒരു കോൺഗ്രസിൻ്റെ മന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. PK ഗുരുദാസൻ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വളരെ കുട്ടിക്കാലത്ത് തന്നെ രാഷ്ട്രീയ രംഗത്ത് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ അദ്ദേഹം നിരന്തരമായി വരുമായിരുന്നു. CP കരുണാകരൻ പിള്ള, P രാമകൃഷ്ണൻ, MK ഭാസ്കരൻ, K ജയദേവൻ പിള്ള, ഇവരൊക്കെ ഈ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മറുപക്ഷത്തു നിന്ന് ശക്തമായി പ്രവർത്തിക്കുന്ന കാലത്ത്, അവർക്കെതിരായി മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കുന്ന കാലത്ത് കോൺഗ്രസിന് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമരമുഖമായി, ഏറ്റവും വലിയ തീവ്ര പ്രവർത്തകനായി അറിയപ്പെട്ടിരുന്ന എൻ്റെ മുന്നിൽ എനിക്ക് അഭിമാനം തോന്നിയിട്ടുള്ള, ബഹുമാനം തോന്നിയിട്ടുള്ള, അർപ്പണ മനോഭാവമുള്ള നേതാക്കളായിരുന്നു ഞാൻ ഈ പറഞ്ഞത്. ഈ ജയദേവൻപിള്ള ചേട്ടനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോയിട്ട് വീണ്ടും കോടതിയിൽ ഹാജരാക്കാൻ വരുമ്പോഴൊക്കെ എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ ഇതിനു മാത്രം വിധിക്കപ്പെട്ടവരാണോ? പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും TN സുരേന്ദ്രനെ പോലെ ശക്തമായി ഈ നാട്ടിൽ പ്രവർത്തിച്ച CPMൻ്റെ നേതാക്കളെ അറിയാം. CPMന് മാത്രമല്ല, കോൺഗ്രസിനും മറ്റ് CPIക്കും ശ്രീ BM ഷരീഫിനെ പോലെ കരുനാഗപ്പള്ളി കണ്ട ഏറ്റവും കരുത്തരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു BM ഷരീഫ്. അങ്ങനെയുള്ള നിരവധി നേതാക്കന്മാരുടെ ഭൂമിയാണ് ഈ കരുനാഗപ്പള്ളി. അവരിൽ
ഇന്ന് നമ്മളുടെ മുമ്പിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങാൻ കൊല്ലം ജില്ലയിൽ ഏറ്റവും അർഹനായ വ്യക്തി ശ്രീ PK ഗുരുദാസനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ശ്രീ G വേണുഗോപാൽ, യേശുദാസ്, ജയചന്ദ്രൻ, വേണുഗോപാൽ, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള 3 ഗായകർ. G വേണുഗോപാലിനെ നിരവധി പാട്ടുകൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചവരും നിരവധി ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കറിയാം. പക്ഷേ ഇപ്പോൾ പാടാൻ ഉള്ള ത്രാണിയില്ല, അതിനുള്ള സ്വരമാധുരിയില്ല. അതുകൊണ്ടാണ് G വേണുഗോപാലും ഇന്നത്തെ ഈ അവാർഡിന് അർഹനാണ്. അങ്ങനെ അവാർഡ് വാങ്ങിച്ച മഹത് വ്യക്തികളെ അഭിനന്ദിക്കുന്നു. കായിക തീർച്ചയായിട്ടും കരുനാഗപ്പള്ളിയുടെ സാംസ്കാരിക ഉന്നമനത്തിന് ഉതകുന്ന ഒരു പ്രസ്ഥാനമാണ്. വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് അവർ മുമ്പോട്ട് വരുന്നത്. എനിക്ക് ഏറ്റവും അവരോട് അസൂയ തോന്നിയത് ഇത്രയും ത്യാഗനിർഭരമായി ചെറുപ്പക്കാർ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാപകരില്ലാതെ കഷ്ടപ്പെട്ട് കേശുവിന് വേണ്ടി പട്ടിണി കിടന്ന് പ്രവർത്തിക്കുന്നത് പോലെ കായ്ക്ക് വേണ്ടി ഒരു പറ്റം ചെറുപ്പക്കാർ നല്ല ആത്മാർത്ഥമായി, ചെറുപ്പക്കാർ മാത്രമല്ല മറ്റുള്ളവരുമുണ്ട്, എന്നാലും നല്ല ആത്മാർത്ഥമായി രാപകരില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് 3 ദിവസം ഇവിടെ ഉണ്ടായത്. പക്ഷേ നമ്മുടെ നാട്ടുകാർ എല്ലാത്തിനും കൈയയച്ച് സഹായിക്കുന്നവർ, പണത്തോടും ആതിഥേയത്തോടും ഒരു ലുപ്തതയും കാണിക്കാത്ത കരുനാഗപ്പള്ളിക്കാർ, ഇവർക്ക് ആവശ്യമുള്ള പണം കിട്ടിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്തായാലും ഈ പ്രസ്ഥാനത്തിന് ബദലായി മറ്റൊരു പ്രസ്ഥാനവും ഇവിടെ വരില്ല. നിങ്ങൾ ചെയ്ത സേവനങ്ങളിൽ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ മുമ്പോട്ട് പോകുക. അതിനുള്ള എല്ലാ പിന്തുണയും ഈ നാട്ടിൽ നിന്നുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഭാരത്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ മുൻ അംഗവും പൊതുപ്രവർത്തകയുമായ അഡ്വക്കേറ്റ് താരയെ ക്ഷണിക്കുകയാണ്. സമ്പന്നമായ ഈ സാംസ്കാരിക സദസ്സിൻ്റെ അധ്യക്ഷൻ, ഏറെ ബഹുമാനപ്പെട്ട PR സുധീഷ് സാർ, ആദരവ് ഏറ്റുവാങ്ങിയ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, 16-ാം തീയതി മുതൽ 16, 17, 18, 19 തീയതികളിൽ കരുനാഗപ്പള്ളിയുടെ മണ്ണ് സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഒരു ഇടമായി മാറി. 2 വയസ്സ് പൂർത്തിയാകുന്ന കായിക വലിയ സാമൂഹ്യ മുന്നേറ്റമാണ് കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, സാംസ്കാരിക പരിപാടികളെ സംബന്ധിച്ച്. വർത്തമാനകാലം കൂടുതൽ ഇടങ്ങളിലേക്ക് മനുഷ്യർ സാംസ്കാരികമായി മുന്നോട്ട് വരേണ്ട പ്രാധാന്യം നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇതിനിടയിൽ നടക്കുകയാണ്. കരുനാഗപ്പള്ളിയുടെ മണ്ണ് സാംസ്കാരിക പാരമ്പര്യത്തിന് ഒരുപാട് മുതൽക്കൂട്ട് നൽകിയിട്ടുള്ള ഒരു മണ്ണ്. അവിടെ നിന്ന് ഇത്തരത്തിലൊരു സാംസ്കാരിക രംഗം പുതുതായി രൂപപ്പെട്ട് കൊല്ലം ജില്ലയിലും കേരളത്തിലും നന്നായി ശ്രദ്ധിക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സമ്പന്നമായ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ആ പരിപാടികൾക്ക്, ആ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഏറെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ പ്രവർത്തനങ്ങൾ വ്യാപരിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അടുത്തതായി സാഹിത്യകാരനും പ്രഭാഷകനുമായ എൻ്റെ പ്രിയ ഗുരുനാഥൻ കൂടിയായ ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അവർ ആശംസകൾ അർപ്പിക്കുന്നു. ഏറെ ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ,
വൈകിവേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ജി വേണുഗോപാൽ ഇവിടെ ഗാനങ്ങൾ ആലപിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ ഒരേട് എന്നുള്ളതുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തീർച്ചയായും നമ്മൾ സാംസ്കാരികമായി എത്രമാത്രം പിന്നിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അടുത്ത കാലത്തായി നമ്മുടെ സാമൂഹ്യ രംഗത്ത് നടക്കുന്ന ചർച്ചകൾ എന്നുള്ളത്. ഏത് വിഷയത്തെയും ജാതിയുടെയും മതത്തിൻ്റെയും കണ്ണിലൂടെ മാത്രം കാണുകയും സാമൂഹ്യമായ യാതൊരു വിധത്തിലുമുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെയും ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകൾ പങ്കുവയ്ക്കാതെയും മുന്നോട്ട് പോകുന്ന മാധ്യമപ്രവർത്തനവും അതിനനുസൃതമായ രാഷ്ട്രീയ ഇടപെടലും എത്രമാത്രമാണ് നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ അരാജകതയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതിന് ധാരാളം തെളിവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതിന് ഒരു പരിഹാരം, ഇതിനൊരു ബദൽ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഖായ് ഖാഗായുടെ ഈ ലിറ്റററി ഫെസ്റ്റിവൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൂടെ ഒരുപക്ഷെ ഇവിടെ തടിച്ചുകൂടുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ പെരുപ്പമല്ല, ഇതിൽ പങ്കാളികളാകുന്ന നല്ല മനുഷ്യരുടെ മനസ്സുകളിൽ തെളിയുന്ന ഊർജമാണ് ഇതിൻ്റെ മുതൽക്കൂട്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഖായ് ഖാഗാ കൂടുതൽ കരുത്തുറ്റ എഡിഷനുമായി നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കാൻ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എഡിഷനിൽ 3 പ്രതിഭകളെ ആദരിച്ചുകൊണ്ടാണ് കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം കൂടി സമ്മാനിച്ചത്. കൂട്ടത്തിൽ എഴുത്തുകാരിയായ സാറ ജോസഫ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാലത്തെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച, അതാണ് എല്ലാ അധികാരം ഉള്ളപ്പോൾ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം പാടുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരുടെ കാലഘട്ടത്തിൽ തന്നെ ഏൽപ്പിച്ച കർമ്മങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇപ്പോഴും മനസ്സിലെ കനൽ കെടുത്താതെ മുന്നോട്ട് പോകുന്ന PK ഗുരുദാസനെ പോലെയുള്ള, അതുപോലെ ശ്രുതിമധുരമായി നമ്മുടെ മനസ്സിനെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ജി വേണുഗോപാലിനെ പോലെയുള്ളവരെ ആദരിച്ചുകൊണ്ട് ഈ എഡിഷൻ കൂടുതൽ മാധുര്യമുള്ളതായി മാറുന്നു. അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രമുഖ അഭിഭാഷകനും പൊതുകാര്യ പ്രസക്തനുമായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ആശംസ അർപ്പിക്കും. ബഹുമാന്യ അധ്യക്ഷൻ, ഇന്ന് ഈ സദസ്സിൽ ആദരവേറ്റ് വാങ്ങിയിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, ആദരവ് നൽകാനായിട്ടെത്തിയ ജയകുമാർ സാർ, ഒപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന പ്രമുഖ സാഹിത്യകാരന്മാരെ, സാമൂഹ്യ പ്രവർത്തകരെ, സദസ്സിലിരിക്കുന്ന സാഹിത്യകാരന്മാരെ, സാമൂഹ്യ പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രമുഖരായ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ഒരു ചടങ്ങ് ആണെങ്കിൽ പോലും ആ ചടങ്ങിലേക്ക് വേണ്ടത്ര വലിയൊരു സദസ്സ് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയമാണ്. ഇവിടെ ഒരു മതപ്രസംഗമോ മറ്റേതെങ്കിലും ഒരു വർഗീയ സംഘടനയുടെ ഒരു പരിപാടിയോ വെച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിനെ നിർത്തേണ്ട ഈ സമയത്താണ് ഈ തരത്തിലുള്ള നല്ലൊരു പരിപാടി അതുപോലുള്ള വ്യക്തിത്വങ്ങൾ വന്ന് നടത്തുന്ന സമയത്ത് ഇത്രയും ശുഷ്കമായ ഒരു സദസ്സുണ്ടായത് എന്നതിൽ എനിക്കൊരു കൺസേൺ ഉണ്ട്. നമുക്കറിയാം, വളരെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസാര സ്വാതന്ത്ര്യത്തെയും നമ്മുടെ ചിന്താശക്തികളെയും അതുപോലെ നമ്മുടെ പല സ്വാതന്ത്ര്യങ്ങളെയും മൂടി വെക്കുന്ന അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തുന്ന തരത്തിൽ പല ശക്തികളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയാലും മറ്റു തരത്തിലായാലും
നമ്മുടെ പിറകെ വേട്ടയാടുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കായിക ഇതുപോലുള്ള പരിപാടികൾ നടത്തി ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തകരെ കൊണ്ടുവന്ന് ഈ തരത്തിലുള്ള ചിന്താഗതികളെ ഉന്മൂലനം ചെയ്യുന്നതിനാവശ്യമായ വലിയൊരു കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും നമ്മുടെ ഈ ബാനറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ തരത്തിലുള്ള ബോധവൽക്കരണം നടത്തുക, അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ശരിക്കും ഞങ്ങൾ വക്കീലന്മാർ, ഇപ്പം എന്നെ ഇവിടെ ഒരു അഭിഭാഷകനായിട്ട് പോലും വിളിച്ചു. ഞങ്ങൾ സാധാരണ കോടതിയിൽ ഫയൽ ചെയ്യുന്നത് അന്യായമാണ്. എല്ലാവരും ചോദിക്കും, നിങ്ങളെന്തിനാണ് ഈ അന്യായം ഫയൽ ചെയ്യുന്നത്? ഞങ്ങൾ അന്യായം ഫയൽ ചെയ്യുന്നത് ന്യായം കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ജില്ലാ ജഡ്ജിയും അതൊക്കെ ഇരിപ്പുണ്ട്, ഒരുപാട് അഭിഭാഷകരൊക്കെ ഇരിപ്പുണ്ട്. അന്യായം ഞങ്ങൾ ഫയൽ ചെയ്യുന്നത് ന്യായം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് കോടതികളിൽ നിന്ന് പോലും അന്യായം ഫയൽ ചെയ്താൽ ന്യായം കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ വളരെ സംശയമാണ്. ആ തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെ, ഒരു കറുത്ത യുഗത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യത്തിൻ്റെ പട്ടാളക്കാർ വന്ന് കൈയും കാലും കെട്ടിപ്പിടിച്ച് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി വിചാരണ നടത്തുന്ന അവസ്ഥ, കൊളോണിയലിസം തിരിച്ചു വരുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലൂടെ പോകുന്ന നമ്മൾ ഈ തരത്തിലുള്ള ചർച്ചകളും സാംസ്കാരിക പരിപാടികളും സാംസ്കാരിക പ്രവർത്തകരുടെ ശക്തമായ വിമർശനങ്ങളും സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തേണ്ട സാഹചര്യമാണ്. എന്നെ ഈ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കുന്നതിന് അവസരം തന്നതിൻ്റെ പ്രവർത്തകരോട് എൻ്റെ അഗൈതമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഓടക്കടലിൻ്റെ മനോഹര ഗാനം നമ്മെ കേൾപ്പിച്ച കാളിദാസനെ ശ്രീ വേണുഗോപാൽ ആദരിക്കുന്നു. അടുത്തതായി ആ നാടക ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ വേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോരുത്തരായി സാംസ്കാരികോത്സവമായി മാറിയ കാഖഗ അതിൻ്റെ 2nd എഡിഷൻ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രണയാക്ഷരങ്ങളുടെ കഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശ്രീ VR സുധീഷ്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കഥയുടെ പേര് ഇങ്ങനെയാണ്: വാക്കുകൾ സംഗീതമാകുന്നൊരു കാലം വരും എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടിയാണ്. മനുഷ്യൻ്റെ ശബ്ദം, ഒരുവൻ്റെ ശബ്ദം മറ്റൊരാൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു നല്ല കാലത്തിനു വേണ്ടി കാഖാഗ വീണ്ടും തുടരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സാംസ്കാരികോത്സവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധി പേരിൽ ഒരാളായ, ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും, എല്ലാ നിർണായക ഘട്ടത്തിലും നേതൃത്വപരമായി പങ്കുവഹിച്ച കടവ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായ, മുൻ ജനപ്രതിനിധി കൂടിയായ അഡ്വക്കേറ്റ് ആർ അബ്ലിക്കുട്ടനെ ക്ഷണിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ VR സുധീഷ് സാറ്, ഇവിടെ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ജി വേണുഗോപാൽ സാറ്, കരകൗശലത്തിൻ്റെ വകുപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള രാമഭദ്ര സാറ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളത് ഒരു അസാധാരണമായ കാര്യമാണ്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച നിരവധി ആളുകളുണ്ട്. ഒരു പ്രത്യേകമായ കമ്മിറ്റി എന്ന നിലയിലല്ല കായിക എന്ന സാഹിത്യോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്.
ഓണാട്ടുകര ദേശിംഗനാടിൻ്റെ എഴുത്തുകൂട്ടം ഉൾപ്പെടെ നിരവധി കവികൾ പ്രാദേശികമായിട്ടും അല്ലാതെ നിരവധി ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് നേരത്തെ ഇതിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള ഇതിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള പ്രമോദ് ശിവദാസ് സ്വാഗത പ്രസംഗത്തിൽ അത് പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് അസാധാരണമായ ഒരു മെയ്വഴക്കത്തിൻ്റെ അസാധാരണമായ ധൈര്യമാണെന്നുകൂടി എനിക്ക് മുമ്പേ വർത്തമാനം പറഞ്ഞ വേണു സാറും ആ കാര്യത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ സാഹിത്യ ഉത്സവം സംഘടിപ്പിക്കുക ഇതൊരു കോർപ്പറേറ്റ് കാലഘട്ടമാണ് എന്നുള്ള ഒരു പ്രത്യേക ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ട്. കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള ജയകുമാർ സാറ് പറഞ്ഞു വെച്ചതും അതാണ്. അദ്ദേഹത്തിൻ്റെ 2-3 വാക്കുകൾ എടുത്തു വെച്ച് നാം പരിശോധിക്കപ്പെട്ടാൽ ഒരു കൃത്രിമത്വത്തിൻ്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നമ്മളെല്ലാവരും ഒരു കൃത്രിമത്വം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ഒരു സ്വയം വിമർശനം നടത്തേണ്ട കാലമാണ്. എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമ്മുടെ ഈ പരിപാടികളുടെ പങ്കാളിത്തം കുറഞ്ഞത് കഴിഞ്ഞ 2 ദിവസക്കാലമായിട്ട് എടുത്തു വെച്ച് പരിശോധിച്ചാൽ സാധാരണ നഗരങ്ങളിൽ നടക്കുമ്പോഴും ഇതിനേക്കാളും കുറഞ്ഞ നിലയിലാണ് പങ്കാളിത്തമെന്നും നാം കാണേണ്ടതായിട്ടുണ്ട്. ഇനി പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെങ്കിൽ ജയകുമാർ സാറ് പറഞ്ഞതുപോലെ കൃത്രിമത്വമായ നിലയിൽ നാം ബോധപൂർവമായ പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരിശ്രമം നടത്തിയാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്താനും നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ ഒരു ഞാൻ ജയകുമാർ സാറിൻ്റെ വാക്ക് അങ്ങനെ ഒരു കൃത്രിമത്വം നമ്മുടെ ഈ കായികയുടെ സാഹിത്യ ഉത്സവത്തിനില്ല എന്നുള്ളതാണ് മറ്റ് എന്തിനേക്കാളും വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. കുറേ മനുഷ്യരുടെ കഠിനാധ്വാനത്തിൻ്റെ എത്രയോ ദിവസം അവർ ഉറങ്ങാതെ ഞാൻ പേരുകൾ പറയാൻ തുടങ്ങിയാൽ നേരത്തെ സുധീഷ് സാർ എൻ്റെ അടുത്ത് കഴിഞ്ഞ നന്ദി പ്രകാശന ചടങ്ങിൽ പറഞ്ഞതുപോലെ പറയല്ലേ, വേണുഗോപാൽ സാറിൻ്റെ ഒക്കെ സന്നിധ പരിപാടികളുണ്ട്. 10-45-50 മിനിറ്റ് എടുത്ത് ഞാൻ വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പേരുകൾ തന്നെ പറയണമെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ പേരുകൾ തന്നെ പറയാൻ തുടങ്ങിയാൽ നിരവധിയാണ്. സ്വാഭാവികമായും ഇവിടെ വന്നു പോയിട്ടുള്ളവർ പറഞ്ഞു വെച്ചത് കായിക എന്ന ഈ സാഹിത്യ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് മാത്രമല്ല, ദേശിംഗനാടിന് ഓണാട്ടുകരയ്ക്കുമെല്ലാം അതിൻ്റെതായ ചരിത്ര പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം പേറിക്കൊണ്ടാണ് നാം നിൽക്കുന്നത്. അവരുടെ പഴയ തലമുറയുടെ ഭൂമികയിൽ അവർ നന്നായി പ്രവർത്തിച്ച ആ അനുഭവം പേറിക്കൊണ്ടാണ് നാം എല്ലാവരും നിൽക്കുന്നത്. സ്വാഭാവികമായും അടുത്ത വർഷവും നമുക്ക് ഒരുമിച്ച് കാണേണ്ടതായിട്ടുണ്ട്. അത് കുറച്ചുകൂടി നമ്മുടെ ജനപങ്കാളിത്തത്തോടുകൂടി നമുക്ക് വിപുലമായ നിലയിൽ കായികയുടെ 3ാം എഡിഷൻ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ഓണാട്ടുകരയുടെയും ദേശിംഗനാടിൻ്റെയും ഭൂമികയിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. ആ പരിമിതികൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പ്രമോദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും നാട്ടിൽ ചെയ്തു തീർക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. സുധീഷ് സാറിൻ്റെ പിൻബലം, സുധീഷ് സാർ ഒരു മഹാ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മാസ്മരികമായ കരുത്തും ശക്തിയും വല്ലാത്തതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. VR സുധീഷ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ എന്ന് മാത്രമല്ല നമ്മുടെ ദേശീയ തലത്തിലുള്ള എഴുത്തുകാരെയും സാഹിത്യകാരെയും നാടകത്തിലും സിനിമയിലും സംഗീതത്തിലും എല്ലാം പ്രവർത്തിക്കുന്നവരെ ഇവിടെ എത്തിക്കുവാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്.
അവരുടെ ആരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. അതിൽ വന്ന വ്യത്യസ്തമായ, നേരത്തെ പറഞ്ഞ നമ്മുടെ വാവാ സുരേഷ് ആദ്യമായിട്ടാണ് ഒരു സാഹിത്യ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതെന്നുള്ള അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ടു. അങ്ങനെ വേറിട്ട അനുഭവം, വ്യതിരിക്തമായ സംഭവ വികാസങ്ങൾ, അങ്ങനെ ഒരു സംഗമ ഭൂമിയായി സാഹിത്യത്തിലും കലയിലും എഴുത്തിലും നാടകത്തിലും സിനിമയിലും എല്ലാം പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഗമ ഭൂമിയായി മാറ്റുവാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞു. അത് പ്രമോദിന് ശക്തി പകർന്ന സുധീഷ് സാറിനോടൊപ്പം നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യം ഓണാട്ടുകര ദേശിംഗ നാട്ടുകാർക്കുണ്ട്, കരുനാഗപ്പള്ളിക്കാർക്കുണ്ട് എന്നുകൂടി ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് നമ്മുടെ നേരത്തെ എല്ലാവരും സ്വാഗതം പറഞ്ഞിട്ടുള്ള സുധീഷ് സാറാണ്. സുധീഷ് സാറിൻ്റെ പ്രവർത്തനത്തിൽ എത്ര വാക്കുകൾക്കും വരകൾക്കും എല്ലാം അതീതനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൊണ്ട് അദ്ദേഹത്തിനെ നന്ദി പ്രകാശിപ്പിച്ചാൽ അതിനേക്കാളും അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഭാവനയും കരുത്തും കഴിവും പാണ്ഡിത്യവും എല്ലാം. അദ്ദേഹത്തിന് കരുനാഗപ്പള്ളിയുടെ പേരിൽ, കായിക്കാക്കായുടെ പേരിൽ വളരെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജയകുമാർ സാറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം നല്ല ഭരണാധികാരി, നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടും ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടും നല്ല സാഹിത്യകാരൻ കൂടിയാണ്. അദ്ദേഹം സാഹിത്യത്തിൽ നേരിടുന്ന ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ സംബന്ധിച്ച്, പ്രയാസങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ പറഞ്ഞു. സാറ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. നമ്മുടെ കെ ജയകുമാർ IAS അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ ഈ ഗായിക്ക് വേണ്ടി സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ജി വേണുഗോപാൽ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മൾ കരുനാഗപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കാണുന്നതിന്, അദ്ദേഹത്തിൻ്റെ സംഗീതം മനസ്സിലാക്കുന്നതിനുമെല്ലാം നമുക്കെല്ലാവർക്കും അതിലതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. വളരെ നേരത്തെ തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം വേണുഗോപാൽ സാറിനെ കരുനാഗപ്പള്ളിയുടെ പേരിൽ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ രാമഭദ്രൻ സാറ് കരുനാഗപ്പള്ളി നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ ഇതിൻ്റെ ഈ പരിപാടിയുടെ സംഘാടകൻ കൂടിയാണ്. അതുകൊണ്ട് രാമഭദ്രൻ സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള രാമഭദ്രൻ സാറിനെ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അരുൺ ബാബു വന്നിട്ട് പോയി. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹത്തിനെയും വളരെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പരിപാടിയിൽ ആശംസകൾ നേർന്ന അഡ്വക്കേറ്റ് MS താര, അഡ്വക്കേറ്റ് ശ്രീ ഷംസുദ്ദീൻ, ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുണ്ട്. അവരെ എല്ലാവരെയും ഓരോരുത്തർക്കും വേണ്ടി ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സംഘാടകരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഞാൻ എങ്ങനെയാണ് ഓരോരുത്തരുടെയും പേരെടുത്ത് JP ജയലാലിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കാൻ കഴിയും? ഓണാട്ടുകാരുടെയും ദേശിൻ്റെ നാടിൻ്റെ എഴുത്തുകൂട്ടക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പ്രമോദ് ശിവദാസ് ഇതിൻ്റെ ജനറൽ കൺവീനറാണ്. അദ്ദേഹത്തിനോടുള്ള കടപ്പാടും നന്ദിയും നമുക്കെല്ലാവർക്കും പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ വന്നിട്ടുള്ള ദീപൻ ശിവരാമൻ, അദ്ദേഹത്തിനായിരുന്നല്ലോ നമ്മൾ അവാർഡ് കൊടുത്തത്. അതുപോലെ വിജയരാഘവൻ കഴിഞ്ഞ വർഷത്തെ അവാർഡ് സമ്മാനിച്ചു. കൽപ്പറ്റ നാരായണൻ മാഷിന് കൊടുത്തിരുന്നു. ഈ വർഷം തന്നെ ഏറ്റവും പ്രമുഖരായ 3 ആളുകൾ, PK ഗുരുദാസനാണെങ്കിലും G വേണുഗോപാലാണെങ്കിലും സാറ ജോസഫ് ആണെങ്കിലും ആ 3 പേരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും അനിവാര്യമായി നാം കായികയുടെ നേതൃത്വത്തിൽ അനുമോദിക്കേണ്ട, ആദരിക്കേണ്ട, അവാർഡ് നൽകേണ്ടവർ തന്നെയാണ്. അവരെ 3 ആളുകളും അതിൽ ഒരാൾ മാത്രമാണ് എത്തിച്ചേരാതിരുന്നത് സുഖമില്ലാത്തതിനാൽ 2 ആളുകൾക്കും നമ്മുടെ കായികയുടെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുള്ള അവാർഡും നൽകുകയും ചെയ്തു. ഞാൻ എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല. ഇവിടെ പത്മദാസ് സാറുണ്ട്, ഒരുപാട് പേരുണ്ട്.
ഞാൻ ഓരോരുത്തരുടെയും പേരുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആരുടെയും സ്കൂൾ മാനേജർ ശ്രീലത ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പന്തലെല്ലാം ഒരുക്കി തന്ന നമ്മുടെ അലങ്കാറുണ്ട്. നമ്മുടെ ഈ ശബ്ദം മൈക്ക് ഉദയ സൗണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഇതിനുവേണ്ടി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം ഒരു സേവന താല്പര്യതയോടുകൂടി ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. കവികളുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഗീത ടീച്ചർ ഉൾപ്പെടെയുള്ള. ആരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല. ഇന്നലെ ഇവിടെ നിന്ന നുഫയിൽ നമ്മുടെ വിജയകുമാർ അണ്ണൻ ഫുഡ് കമ്മിറ്റിയുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സജീവ് മാമ്പറ, ജനേന്ദ്രൻ, ഒരുപാട് പേര്, ഡുരി പ്രിൻസ്. ഞാൻ ആ പേരുകൾ പറയാൻ പോയാൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൂട്ടായ്മയുടെയാണ്. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനെ പേരുകളൊന്നും എഴുതി വെച്ച് നന്ദി പ്രകാശനം നടത്താമെന്ന ആളല്ല. അതുകൊണ്ട് ആ ഒരു മുന്നൊരുക്കത്തിലൊന്നും വന്നതല്ല. അതിൽ ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മുടെ ഈ കൂട്ടായ്മ വളർന്നു വരണം. അതിനെല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞ 2-3 ദിവസക്കാലമായി അല്ലെങ്കിൽ 1-2 മാസക്കാലമായി പ്രവർത്തിച്ച എല്ലാവരെയും കായിക സംഘാടക സമിതിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംഗീത പരിപാടിയാണ്. പ്രിയപ്പെട്ട ഗായകൻ ശ്രീ വേണുഗോപാലുമായി സുധീഷ് ഏട്ടൻ്റെ വർത്തമാനവും തുടർന്ന് പാട്ടും, അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം 2 പ്രോഗ്രാം നടന്നത്. ബ്രഹ്മാനന്ദം, അതുപോലെ വയലാർ സ്മൃതി, അതേ ഘടനയിലാണ് പാട്ടും പറച്ചിലുമായി സംഗീത അനുഭവങ്ങൾ പകർന്നുകൊണ്ട് ആ പ്രോഗ്രാം. ഞാനേ ഒരു 4 വരികൾ വെറുതെ മോളോട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മൊബൈലാണ്. ഒരു ബി തരാമോ? വോയിസിലെ ഒരു മിഡ് റേഞ്ച്, ഒരു റിവേർബ് തരുക. എന്തോ ഹലോ 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 ഒന്ന് വോയിസ് റേസ്. ഞാനേ വളരെ സോഫ്റ്റാണ് പൊതുവെ പാട്ടുകൾ. അവിടെ ഒന്ന് കരുതിക്കോളും. ഹലോ, കുറച്ചുകൂടി ഒന്ന് വോയിസ് കിട്ടും. ഇത് റിവേർബ് ആൻഡ് മിഡ് റേഞ്ച്. പിയാനോ എൻ്റെ ആ ഒരു ബെൽസ് കേൾക്കുന്ന കാര്യം. ആദ്യം ശ്രീരാഗം. അല്ല, ശ്രീരാഗം ഏതോ വാർമുകിൽ, അതല്ല, ഏതോ വാർമുകിൽ. ബി അല്ല, ബി. ഏതോ വാർമുകിലെ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലെ കിനാവിലെ മുത്തായി നീ വന്നു. ഓമനേ
എന്നിലെ ഓർമ്മകള നിലാവിൻ മുത്തേ നീ വന്നു ഓമലേ ജീവനിൽ അമൃതേകായി വീണ്ടും എന്നിലെ ഓർമ്മകള നിലാവിൻ മുത്തേ നീ വന്നു ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം ഉണരുമീ ഗാനം ഉരുകുമെൻ ഉള്ളം തനേ പൂവിട്ടമോ മൂകം വിതുമ്പു നേരം തനേ പൂവിട്ടമോ മൂകം വിതുമ്പു നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമ ഗാനം താനേ പോവിട്ട മൂകം വിതുമ്പു നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമ ഗാനം ശാന്തനും la 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 കൈ നിറയെ വെണ്ണകര കവിളിലൊരു മകര കണ്ണ